മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. യാത്രയിൽ മാറ്റം. ശനിയാഴ്ച കേരളത്തിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള യാത്രയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ ദുബായിലെത്തി. കുടുംബവും ഒപ്പമുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ദുബായിൽ നിന്ന് ഓൺലൈനായി പങ്കെടുത്തു. ദുബായ് ഗ്രാൻഡ് ഹയാത്തിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം. 19-നാണ് ദുബായിൽ മടങ്ങിയെത്താൻ നിശ്ചയിച്ചിരുന്നത്. ഈ തീയതികളിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ശനിയാഴ്ച കേരളത്തിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പരിഗണനാ വിഷയങ്ങൾ കുറവായതിനാൽ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭാ യോഗം ഉപേക്ഷിച്ചിരുന്നു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ വിഷയങ്ങൾ പരിഗണനയിൽ വരാത്തത്. വോട്ടെണ്ണൽ ജൂൺ 4-നാണെങ്കിലും പെരുമാറ്റച്ചട്ടം 6 വരെ തുടരും. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് പോയത് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഉദ്ദേശം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ ഭരണത്തലവനാണ് പിണറായി വിജയൻ. പൊതുപ്രവർത്തകർക്ക് രഹസ്യമില്ല. മുഖ്യമന്ത്രി എന്ത് ആവശ്യത്തിനാണ് വിദേശത്തേക്ക് പോയതെന്ന് വിശദീകരിക്കണം. ഔദ്യോഗിക യാത്രയല്ല, സ്വകാര്യ സന്ദർശനമെന്ന പേരിൽ 3 രാജ്യങ്ങളിൽ പോകുന്നത് ഉചിതമല്ലെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയൻ, മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ എന്നിവർ ഒപ്പമുണ്ട് യാത്രയിൽ. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകിയത്. വിനോദയാത്രയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ മുഖ്യമന്ത്രി അറിയിച്ചത്. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തെ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും അറിയിച്ചത്.